ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരുപോലെ ഭയവും കൗതുകവും ഉളവാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഓജാ ബോർഡ്. ഓജാ ബോർഡിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. സിനിമകളിലും കഥകളിലും ഒരു നിഗൂഢ വസ്തുവായി ഇത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ആത്മാക്കളുമായി സംസാരിക്കാനും ഭാവി പ്രവചിക്കാനും വരെ ഇതിന് സാധിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ എന്താണ് ഈ ഓജാ ബോർഡ്? ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഓജാ ബോർഡിൻ്റെ ചരിത്രം 19-ാം നൂറ്റാണ്ടിലേക്ക് നീളുന്നു. 1890-ൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു കളിപ്പാട്ട കമ്പനിയാണ് ഇത് ആദ്യമായി പുറത്തിറക്കുന്നത്. എന്നാൽ ഇതിന് ആത്മീയ ലോകവുമായി ബന്ധമുണ്ടെന്ന പ്രചാരം പെട്ടെന്ന് തന്നെ വ്യാപകമായി. സംസാരിക്കുന്ന ബോർഡ് അഥവാ ടോക്കിംഗ് ബോർഡ് എന്ന പേരിലും ഇതറിയപ്പെട്ടു. തുടക്കത്തിൽ ഇതൊരു സാധാരണ കൗതുക വസ്തു അല്ലെങ്കിൽ ഒരു പാർട്ടി ഗെയിം എന്ന നിലയിലാണ് ആളുകൾ കണ്ടിരുന്നത്. പക്ഷേ കാലക്രമേണ ഇതിന് അമാനുഷികമായൊരു പരിവേഷം കൈവന്നു. ആത്മാക്കളുമായി സംവദിക്കാൻ ഇത് ഉപയോഗിക്കാമെന്ന വിശ്വാസം ശക്തമായി. ഇനി ഓജാ ബോർഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഒരു സാധാരണ ഓജാ ബോർഡിൽ അക്ഷരങ്ങൾ, അക്കങ്ങൾ, യേസ്, നോ, ഗുഡ് ബൈ എന്നീ വാക്കുകൾ അടയാളപ്പെടുത്തിയിരിക്കും. ഇതിനോടൊപ്പം ഒരു ചെറിയ ഹൃദയാകൃതിയിലുള്ള പ്ലാഞ്ചറ്റ് ഉണ്ടാകും. ഈ പ്ലാഞ്ചറ്റിൽ കൈവച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അക്ഷരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും സഞ്ചരിച്ച് മറുപടി നൽകുമെന്നാണ് വിശ്വാസം. പലരും വിശ്വസിക്കുന്നത് ഇത് ആത്മാക്കളുടെ സാന്നിധ്യം അറിയിക്കാനും അവർ നൽകുന്ന സന്ദേശങ്ങൾ വായിച്ചെടുക്കാനുമുള്ള ഒരു മാധ്യമമാണെന്നാണ്. എന്നാൽ ശാസ്ത്രീയമായി ഇതിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. ഓജാ ബോർഡിനെ കുറിച്ചുള്ള ചില ശാസ്ത്രീയ വിശദീകരണങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ്. അതായത് നമ്മുടെ ഉപബോധ മനസ്സറിയാതെ തന്നെ ചെറിയ പേശി ചലനങ്ങൾ നടത്തുകയും അത് പ്ലാഞ്ചറ്റിനെ നീക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചോദിക്കുന്ന ചോദ്യത്തിന് അനുസൃതമായ ഉത്തരം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും നാം അറിയാതെ തന്നെ നമ്മുടെ കൈകൾ ആ ദിശയിലേക്ക് ചലിക്കുകയും ചെയ്യാം. കൂടാതെ ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് പ്ലാഞ്ചറ്റിൽ കൈവെക്കുമ്പോൾ ഓരോരുത്തരുടെ ഉപബോധ മനസ്സിലെ ചിന്തകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യേക ദിശയിലേക്ക് പ്ലാഞ്ചറ്റിനെ നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ സാമൂഹിക സമ്മർദ്ദം അഥവാ സോഷ്യൽ സജഷൻ എന്നും പറയാം. എന്തൊക്കെ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും ഓജാ ബോർഡിനെ കുറിച്ചുള്ള ഭയവും വിശ്വാസവും ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. പലരും ഇതുപയോഗിച്ച് തങ്ങൾക്ക് അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓജാ ബോർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുക, മാനസികമായി തയ്യാറെടുക്കാത്ത സമയത്ത് ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പലരും നൽകാറുണ്ട്. കാരണം ഇത് ചില ആളുകളിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓജാ ബോർഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു വെറും കളിപ്പാട്ടമാണോ അതോ അമാനുഷിക ശക്തികളുമായി ഇതിന് ബന്ധമുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.